Okay. So I think those of you who are at home, we have a few seats here. You can gladly come next week. ഭവനത്തിലിരുന്ന് ആരാധന പങ്കുചേരുന്നവരോട് പറയട്ടെ, കുറച്ച് സീറ്റും കൂടെ ഉണ്ട്. അടുത്ത ആഴ്ച ഒക്കെ വന്നെങ്കിൽ നിങ്ങൾക്കും വരാം എന്നായിരിക്കും. So please don't feel hesitate to come even if you are not able to sit in the main hall. We have many seats in the main hall here today. നിങ്ങൾ വരാനായിട്ട് മടിക്കരുത്. മെയിൻ ഹാളിലും സീറ്റ്സ് ഉണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് try your best to come. You see, because what you are watching on YouTube is only it's not the best thing to happen. It is only because of the pandemic. നിങ്ങൾ ആവോളം വരാൻ തന്നെ ശ്രമിക്കണം. യൂട്യൂബിൽ കൂടി നമ്മൾ ആരാധനയിൽ പങ്കുചേരുന്നത് അതല്ല ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ വരാൻ തന്നെ ശ്രമിക്കണം. ഞാൻ ഇടയ്ക്ക് ഓർക്കും, ദൈവം ഒരു റിസ്ക് എടുത്ത് നമ്മളുടെ ഈ കൂട്ടങ്ങളെ ദൈവം ഇല്ലാതാക്കി തീർത്തെങ്കിൽ, ശരിക്കും ബൈബിളിലുള്ള വാക്യമുണ്ട്, നിങ്ങൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ആ ഒരു സഭ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഒരു മഹാമാരി വന്നിട്ട് നമ്മളെ ദൈവം വീട്ടിലോട്ട് നിർത്തി വീട്ടിൽ തന്നെ ആക്കി തീർത്തെങ്കിൽ ദൈവത്തിന് അത് വളരെ ദുഃഖമാണ്. ദൈവത്തിന് വലിയ സന്തോഷമൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ ഓർക്കും, ഒരു കൊച്ചിനെ നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ പേരൻസ് പിള്ളേരെ അടിക്കത്തില്ല. അവരെന്താ ചെയ്യുന്ന അറിയാമോ? അവർ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴത്തേക്ക് മക്കളെടുത്ത് പറയും, മോളെ നീ ആ മൂലയിൽ പോയിരിക്കുക, കസേര പോയി എടുത്തിട്ട് അവിടെ അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പറയും, അങ്ങോട്ട് നീർന്ന് അങ്ങോട്ട് ഫേസ് അവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ ദൈവം നമ്മളെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. എന്തുവാ, നമ്മൾ ആ മൂലം ഇഷ്ടപ്പെട്ടു. ഓർത്ത് നോക്കിക്കേ, നമ്മൾ പറയാം ഞാനിവിടെ ഇരുന്നോളാം, എനിക്കിനി എങ്ങും പോകണ്ട, എനിക്കിനി ആരെയും കാണണ്ട. ആ കുട്ടീനെ ശിക്ഷണത്തിൽ വേണ്ടി അവിടെ പിടിച്ചിരുത്തിയത് ആ മൂലയിൽ. അവന് ഇപ്പം കയ്യിൽ മൊബൈൽ ഫോണും കൊടുത്തപ്പോഴത്തേക്ക് അവൻ അത് മതി. അവനിപ്പോൾ സ്കൂളിലും പോകണ്ട, കോളേജിലും പോകണ്ട, ആൾക്കാർക്ക് സഭയിലും പോകണ്ട. Why are we coming to church, by the way? നമ്മൾ എന്തിനാണ് സഭയിൽ കൂടി വരുന്നത്? Is it only for ourselves? Is it only that we might get something? ഇത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ? നമുക്ക് ചില കാര്യങ്ങൾ ലഭിക്കാനായിട്ട് മാത്രമായിട്ടാണോ നമ്മൾ സഭയിൽ വരുന്നത്? Please realize that God's ultimate purpose is always to build a community. നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആഗ്രഹം ഒരു സമൂഹത്തെ വാർത്തെടുക്കണം എന്നാണ്. Right now we are always we are scared to expose our lives because there are so many things to hide, isn't it? ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മറച്ചു വെക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എൻ്റെ ഉള്ള ആൾക്കാർ കാണുമല്ലോ എന്ന് ഭയമാണ്. We keep away from people is because we have many things to hide. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതിന് കാരണം എന്തുവാ? മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാനായിട്ട് ഒളിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. I am scared that someone will say something to me and hurt me. എനിക്ക് ഭയമാണ്, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞ് എന്നെ മുറിവേൽപ്പിച്ചാലോ. Just like Adam and Eve hid from God in the garden, we are hiding from each other. ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്ന് ഈദൻ തോട്ടത്തിൽ ഒളിച്ചിരുന്ന പോലെ നമ്മളും തമ്മിൽ നിന്ന് ഒളിച്ചിരിക്കുന്നു. But God wants to remove every barrier from us, my dear friends. Everything that hinders us from fellowship, He wants to take away. സുഹൃത്തുക്കളെ, ദൈവം നമ്മളുടെ ആ കൂട്ടായ്മയുടെ തടസ്സമായിട്ടിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Can you imagine? He is saying so. He is going so far as to say, I and my Father, we want to come and reside in you. ഇത്ര വരെ കർത്താവ് പറയുന്നു, ഞാനും എൻ്റെ പിതാവും വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. There is a oneness that God is really trying to build
not only with him but with each other. ഒരു ദൈവമായിട്ടും നമ്മൾ തമ്മിലും ഒരു ഒരുമ ഉണ്ടാക്കിയെടുക്കാൻ പണിതുയർത്താൻ ദൈവം ആഗ്രഹിക്കും. Because that is also the way he can actually do something through our lives. ഇങ്ങനെയുള്ള ആ ഒരുമ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ കൂടി ദൈവത്തിന് ചില കാര്യങ്ങൾ When പ്രവർത്തിച്ചെടുക്കാൻ God പറ്റത്തുള്ളൂ. unites us, it is because he has a higher purpose. നമ്മളെ ദൈവം ഒരുമിപ്പിക്കുവാണെങ്കിൽ, ഐക്യതയിൽ കൊണ്ടുവരുവാണെങ്കിൽ, അതിന്റെ അർത്ഥം ദൈവത്തിന് ഉന്നതമായ ശ്രേഷ്ഠമായ ചില Because ഉദ്ദേശങ്ങളുണ്ട് we were fighting each other all this time. എന്ന് വെച്ചാൽ ഇത്ര നാള് നമ്മൾ തമ്മിൽ യുദ്ധം We were ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. hurting each other. നമ്മൾ തമ്മിൽ വേദനിപ്പിക്കും, മുറിവേൽപ്പിക്കുമായിരുന്നു. I heard just yesterday, in the 3 people were killed yesterday during Tiruvonam. I saw in the papers. ഇന്നലെ പേപ്പറിൽ ഞാൻ കണ്ടു 3 പേര് Murdered. തിരുവോണത്തിന് ദിവസം കൊലപ്പെട്ടു. You know why? They much more, but at least 3 came in the papers. 3 പേര് കൊലപ്പെട്ട് കാണും, പക്ഷെ 3 പേര് മാത്രമേ പേപ്പറിൽ ഞാൻ Because the കണ്ടുള്ളൂ. neighbors were fighting each other, then 3 were killed. Different incidents. 3 വ്യത്യസ്തമായ സംഭവങ്ങൾ. അയൽക്കാർ തമ്മിൽ പോരാട്ടം, വഴക്ക്, ആ കാരണത്താൽ കൊലപ്പെടുന്നു. ഒരു വീട്ടിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തലക്കിട്ട് ചതച്ചു. In one home, one man crushed the കാരണം എന്തോ woman's head. ഇങ്ങോട്ടും വഴക്കുണ്ടായി. They fought with each other. നെയ്ബേഴ്സ് തമ്മിൽ അയലോക്കരത്ത് വഴക്കുണ്ടായിട്ട് ഏതാണ്ട് കല്ലെടുത്ത് തല അടിച്ചിട്ടാക്കരുത്. The neighbors fought with each other and one man crushed the woman's head. This is what is happening in the world, my dear friends. ഇതാണ് ലോകത്തിൽ നടക്കുന്നത് This is സുഹൃത്തുക്കളെ. what we were all at one time. നമ്മളും ഒരിക്കൽ ഇതായിരുന്നു. But now God is bringing us together. പക്ഷേ ഇപ്പോൾ ദൈവം നമ്മളെ And ഒരുമിപ്പിക്കുകയാണ്. please note, it is for a higher purpose. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശത്തിനു വേണ്ടിയാണ്. What use it is if you are actually just think of a flower pot, beautiful flower pot. നിങ്ങളൊന്ന് ചിന്തിച്ച ഒരു നല്ല ഒരു പൂച്ചട്ടി, ഇതൊരു പൂച്ചട്ടി അല്ല, പക്ഷേ ഒരു പൂച്ചട്ടി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. Think of it a beautiful, just put it in your mind, just think of a beautiful flower pot. നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചേ, ഇത് നല്ല ഒരു പൂച്ചട്ടിയാണ്. Now you see that flower pot is actually beautiful, but it is actually there for one more higher purpose. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പൂച്ചട്ടി നല്ല മനോഹരമായ പൂച്ചട്ടിയാണ്, പക്ഷെങ്കിൽ ഇത് വേറെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇതിനെ ഉണ്ടാക്കിയത്. Why is the flower pot there? എന്തിനാണ് ഈ പൂച്ചട്ടി ഉണ്ടാക്കിയത്? Anyone? ആർക്കെങ്കിലും പറയാമോ? കണ്ടിട്ട് കൊള്ളാം എന്ന് പറയാൻ വേണ്ടി മാത്രമാണോ? Is it just to say that it looks good? എന്താ ആരെല്ലാം പറഞ്ഞേ? Why was this flower pot made? Yes. കേട്ടില്ല? ഇതിൽ ചില പൂക്കൾ കാണണ്ടേ? There has to be some flowers അതിനു seen വേണ്ടിയിട്ടാണ് inside this പൂച്ചട്ടി. flowers. Someone is come at the door. അതിനാണ് ഈ പൂച്ചട്ടി. Please note that this thing is here. This flower pot is there to contain flowers. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പൂച്ചട്ടി എന്തിനാണ് ഇവിടെ വെച്ചത്? ഇതിനകത്ത് പൂ ഇടാനായിട്ടാണ്, പൂ കൊണ്ട് വെക്കാനായിട്ടാണ്. നമ്മൾ പറയും നമ്മൾ നല്ല ശിഷ്യന്മാരായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. We are really growing as disciples. നമ്മൾ ശിഷ്യന്മാരായിട്ട് വളരുന്നു. But what is the one more thing that needs to happen? ഒരു കാര്യം കൂടെ നടക്കണം. If അതെന്താണ്? we are really growing as disciples, ഈ ശിഷ്യന്മാരായിട്ട് വളരുന്ന നമ്മൾ, then actually we should be also discipling others. നമ്മൾ മറ്റുള്ളവരെ ശിഷ്യത്വത്തിൽ വളർത്തുകയും കൂടെ ചെയ്യണം. That is the higher purpose of being a disciple. അതാണ് ഒരു ശിഷ്യനാകുന്നതിന്റെ ഉന്നതമായ ഉദ്ദേശം. So either we are being used to disciple others. ഒന്നിലും നമ്മൾ മറ്റുള്ളവരെ ശിഷ്യത്വത്തിൽ കൊണ്ടുവരാനായിട്ട് പ്രയോജനമുള്ളവരാണ് നമ്മൾ. Or else as disciples we are actually becoming salt and light in the world. അല്ലെങ്കിൽ ഒരു ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഈ ലോകത്തിൽ ഉപ്പും വെളിച്ചവുമായിട്ടിരിക്കുവാണ്. And the world should actually be influenced by us being disciples of Jesus Christ. യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകുന്ന കാരണത്താൽ നമ്മളിൽ കൂടി ലോകത്തെ സ്വാധീനിക്കേണ്ട
നമ്മൾ. Isn't that what happened through the disciples of Jesus? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ കൂടി ഇതല്ലേ നടന്നത്? He sent them out യേശു അവരെ പുറത്തോട്ട് അയച്ചു. because they were supposed to be light and salt. They were supposed to do certain things through in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചില കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഉപ്പും വെളിച്ചവുമായിട്ട് അവർ ഇരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. So wherever we are, my dear friends, എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ എവിടെ ആയിരുന്നു, you may not be even in Kollam today. നിങ്ങൾ ഇന്ന് ഒരു പക്ഷേ കൊല്ലത്ത് ആയിരിക്കത്തില്ല. But are you being salt and light in this world wherever God has taken you ദൈവം നിങ്ങളെ during this pandemic season? ഈ കാലത്ത്, ഈ മഹാമാരിയുടെ കാലത്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വെളിച്ചവും ഉപ്പുമാണോ ലോകത്തിലേക്ക്? So this is one ultimate purpose of God. The flower pot is there to contain flowers. ഇതാണ് ദൈവത്തിന്റെ ലക്ഷ്യം തന്നെ. ഈ പൂച്ചട്ടി എന്തിനാണ്? അത് പൂ വെക്കാനായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. Please, my dear friends, സുഹൃത്തുക്കളെ, I feel so burdened these days. ഈ ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി ഭാരം ഉണ്ട്. So I was coming to church this morning. ഇന്ന് രാവിലെ ഞാൻ ചർച്ച് സഭയിലോട്ട് Everything കടന്നു was so വന്നുകൊണ്ടിരുന്നപ്പോൾ calm and quiet. എല്ലാം ഭയങ്കര നിശബ്ദമായി ഇരിക്കുന്ന ഒരു You know what the സാഹചര്യം. Lord was telling me? ദൈവം എന്താ എന്നോട് പറഞ്ഞെന്നറിയാമോ? Do you realize there is an intense war going on right now? നീ എന്താ, നിനക്കറിയാമോ ഇപ്പോൾ തന്നെ ഈ സമയത്ത് തന്നെ ഒരു തീവ്രമായ യുദ്ധം നടക്കുവാണ്. I saw people going to the Milma to buy milk. ഞാൻ നോക്കിയപ്പം ആൾക്കാർ മിൽമയിൽ പാല് മേടിക്കാൻ പോകുന്നു. People traveling, walking. Everything seems so nice and quiet and തെരുവിൽ calm. കൂടി ആൾക്കാർ നടന്നു പോകുന്നു. എല്ലാം നല്ല സമാധാനവും നിശബ്ദവുമായി. It was a nice, beautiful morning at 7:30. ഇന്ന് രാവിലെ 7:30 നല്ല ഒരു രാവിലെ സമയമായിരുന്നു. The Lord was showing me, telling me, there is an intense war going on even now. എന്നോട് പക്ഷെങ്കിൽ ദൈവം ആ സമയത്ത് എന്നോട് പറയുമായിരുന്നു, ഇപ്പോഴും ഒരു ഭയങ്കരമായ തീവ്രമായ യുദ്ധം നടക്കുവാണ്. Do you see this man walking to buy milk? നീ കണ്ടോ ഈ വ്യക്തി മിൽമയിൽ പാല് മേടിക്കാൻ പോകുന്ന ഈ വ്യക്തിയെ നീ Do you know കണ്ടോ? that he is going to be lost forever? നിനക്കറിയാമോ ഈ വ്യക്തി എന്നേക്കുമായിട്ടും നഷ്ടപ്പെടാൻ പോവാണ്. See, there is a war going on for the souls of men. ആൾക്കാരുടെ ആത്മാക്കൾക്ക് വേണ്ടി യുദ്ധം നടക്കുവാണ്. You know what is the tragedy? ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നറിയാമോ? അപകടമല്ല, ദുഃഖം. ദുഃഖകരമായ കാര്യം എന്താണെന്നറിയാമോ? We think we have no role to play. നമ്മൾ ചിന്തിക്കുന്നു നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ ഒന്നുമില്ല എന്ന്. Oh, my dear friends. സുഹൃത്തുക്കളെ, As I came in the auto this morning, ഇന്ന് രാവിലെ ഞാൻ ഹോളിലോട്ട് വന്നപ്പോൾ ഓട്ടോയിലാണ് വന്നത്. I never felt this before. ഇങ്ങനെയുള്ള ഒരു ഭാരം, ഒരു തോന്നൽ എനിക്ക് നേരത്തെ വന്നിട്ടില്ല. But as I reached the gate, I told him, please go inside. ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഓട്ടോക്കാരനോട് പറഞ്ഞു, അകത്തോട്ടൊന്ന് കൊണ്ടുപോകാമോ എന്ന്. I had no change. I had plenty of change in my pocket. Plenty of change. I had plenty of change. എൻ്റെ കയ്യിൽ ചേഞ്ച്, ചില്ലറ കാശ് അയക്ക് കൊടുക്കാൻ അവിടെ വെച്ച് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. I said, please wait. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇച്ചിരി ഒന്ന് കാത്തു നിൽക്കണേ എന്ന് I പറഞ്ഞു. ran inside. I took a tract from there and ran and gave the money and the tract back to him. ഞാൻ അകത്തോട്ട് വന്നിട്ട് ബിൽഡിങ്ങിൽ നിന്ന് ഒരു ട്രാക്റ്റ് എടുത്ത് ആ ട്രാക്റ്റും പൈസയും കൂടെ ചേർത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. Such a small thing I could do. ഇത്ര ചെറിയൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി. But maybe that would make a difference in his life. ഒരു പക്ഷേ ഇല്ല, ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഓട്ടോ ഡ്രൈവറിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം He കൊണ്ടുവന്നേക്കാം. gladly took it. He very respectfully took it from me. വളരെ ആദരവോടെ എന്നിൽ നിന്ന് അത് വാങ്ങിച്ചു. He may throw it away. I don't know. ചിലപ്പോൾ അദ്ദേഹം അത് കളയുമായിരിക്കും, എനിക്കറിയില്ല. This kind of thoughts don't come usually, my dear friends. സാധാരണമായിട്ടും എപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരാറില്ല. We never realize that we have a role to play in the war for the souls of men. ആൾക്കാരുടെ ആത്മാക്കൾക്ക് വേണ്ടി നടക്കുന്ന യുദ്ധത്തിനകത്ത് നമുക്കും ഒരു പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ How much പോകുന്നു. time do we have here on earth? ഈ ലോകത്തിൽ നമുക്കിനിയും എത്ര സമയം
ശേഷിച്ചിട്ടുണ്ട്. You know what is the problem? പ്രശ്നം എന്താണെന്നറിയാമോ? Strongholds. കോട്ടകള്. What kind of strongholds? എങ്ങനത്തെ കോട്ടകള്? A wrong thinking in our minds. തെറ്റായ ചിന്തകള് നമ്മുടെ മനസ്സിൽ It വരുന്നു. says, I have no role to play. എനിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് പറയുന്ന ചിന്തകൾ. This is what that old man in the church told William Carey. ഇതാണ് വില്യം കേരിയോട് സഭയിൽ ഒരു പ്രായം ചെന്ന വ്യക്തി പറഞ്ഞത്. And William Carey stood up and said, I want to go to India because I see there is a need there. അദ്ദേഹം അവരുടെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ പോകണം, അവിടെ ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ കാണുന്നു എന്ന് വില്യം കേരി പറഞ്ഞു. You know what this elder told William Carey? ആ സഭയുടെ മൂപ്പന് വില്യം കേരിയോട് എന്താ പറഞ്ഞെന്നറിയാമോ? My dear young man, എന്റെ യൗവനക്കാരാ, when God wants to save the heathen, he will. ആ ജാതികളെ ദൈവത്തിന് വിടുവിക്കണം, രക്ഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം ചെയ്തോളും. He was not satisfied with that answer, my dear friends. വില്യം കേരി ആ ഉത്തരം കേട്ടിട്ട് തൃപ്തനായി അവിടെ ഇരുന്നില്ല. സുഹൃത്തുക്കളെ, I appeal to the young men in this church and to young men listening to the message, young people. I appeal to them. ഇന്ന് എൻ്റെ സന്ദേശം കേൾക്കുന്ന യൗവനക്കാരോട് ഞാൻ അപേക്ഷിക്കുന്നു. Are you living for yourself? നിങ്ങൾക്ക് വേണ്ടി തന്നെ ആണോ ജീവിക്കുന്നത്? സ്വയത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? God is desperately wanting our attention. ദൈവം വളരെ തീഷ്ണതയോടെ, വളരെ ആഗ്രഹത്തോടെ നമ്മളുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നു. You think he allowed this pandemic because he was enjoying it? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നത്? ഈ മഹാമാരി ഇവിടെ അനുവദിച്ചിട്ട് ദൈവം അവിടെ ഇരുന്ന് സുഖിക്കുവാണോ, സന്തോഷിക്കുവാണോ? He is pained inside, my dear friends. സുഹൃത്തുക്കളെ, അവൻ ഉള്ളിൽ വേദനിക്കുവാണ്. Because there is no other way to draw the attention of man. മനുഷ്യന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റാനായിട്ട് വേറെ വഴിയില്ല. And the sad thing is, we in the church also just want to go back to normal. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സഭയായ നമ്മളും പഴയതിലോട്ട്, അസാധാരണയിലോട്ട് മടങ്ങി വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. You know why God split us away from each other? ദൈവം എന്തിനാണ് നമ്മളെ തമ്മിൽ അങ്ങ് ഭിന്നിപ്പിച്ച്, പിരിപ്പിച്ച്, വേർതിരിച്ച് മാറ്റിയത്? എന്തിനാണെന്നറിയാമോ? Because we were not doing anything much useful being together. എന്താന്ന് വെച്ചാൽ, ഒരുമിച്ചിരുന്നിട്ടും നമ്മൾ അധികം ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഭയങ്കര പാട്ടും ഭയങ്കര ബഹളമൊക്കെയാ. We sing a lot of songs. We shout loudly. കാണുമ്പോൾ ഹലോ സഹോദര, ഓ കൊള്ളാം കൊള്ളാം, ഓ എല്ലാം കുഴപ്പമില്ലല്ലോ. അതിനു വേണ്ടിയാണോ ദൈവം നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്നത്? Is that why he brought us together? ഇതിനു വേണ്ടി മാത്രമാണോ ദൈവം നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്നത്? This is not my message, my dear friends. My message is strongholds. എൻ്റെ സന്ദേശം കോട്ടകൾ എന്നുള്ളതാണ്. But all these are important because there are strongholds in our life that prevent us from thinking properly. എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ചില ചിന്തകളുണ്ട്, അത് നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ അനുവദിക്കാതെ കോട്ടകളായിട്ട് കിടപ്പുണ്ട്. Those are the bigger strongholds that we carry, my dear friends. ഇതാണ് വലിയ കോട്ടകൾ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. Why don't we come to the prayer meetings? എന്തിനാണ് നമ്മൾ പ്രാർത്ഥന യോഗങ്ങളിൽ കൂടി വരുന്നത്? Because we really don't accept the fact that our prayers can make a difference. നമ്മളുടെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. We just come because there is a prayer meeting going on. Let me just go in for the prayer meeting. ഒരു പ്രാർത്ഥന കൂട്ടം, പ്രാർത്ഥന യോഗം നടക്കുന്നല്ലോ, എന്നാൽ ഞാനൊന്ന് പോയേക്കാം
എന്ന് മാത്രം ചിന്തിച്ചാണ് നമ്മൾ But വരുന്നത്. if we really come with a thought in our mind, when we pray together, it will make a difference. ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരിക തന്നെ ചെയ്യും എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ കൂടി വന്നാൽ Surely we will desire to come. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാൻ തന്നെ ഭയങ്കരമായ ഒരു ആഗ്രഹം വരും. Do you see how strongholds can be such a problem for us? ഈ കോട്ടകൾ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമായി. Because we are believing the lies of the enemy. എന്താന്ന് വെച്ചാൽ നമ്മൾ ശത്രുവിന്റെ കള്ളങ്ങൾ വിശ്വസിക്കുവാണ്. Let me make at least one thing clear to you. I was sharing with you for the past 2 weeks now. This is the third week. ഇന്ന് മൂന്നാമത്തെ ആഴ്ചയാണ് ഞാൻ ഈ കോട്ടകളെ കുറിച്ച് I hope at പഠിപ്പിക്കുന്നത്. least one thing is clear before you by now. ഒരു കാര്യം മാത്രമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. Because you see, we can wait and pray for God to break our physical strongholds. നമ്മളുടെ ശാരീരിക ഭൗതികമായ കോട്ടകളെ ഇടിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാത്തിരുന്ന് And we പ്രാർത്ഥിക്കാം. should do that because God definitely wants to give us physical breakthroughs. അത് നമ്മൾ അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. എന്താന്ന് വെച്ചാൽ ദൈവം ഭൗതികമായ കോട്ടകൾ തകരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. He loves to release us. നമ്മളെ വിടുവിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. Even our born again experience is because God has sent His power and released us from our sins. നമ്മളുടെ ശാരീരികമായ അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ദൈവം തന്റെ ശക്തിയെ അയച്ച് നമ്മളുടെ പാപത്തിൽ നിന്ന് നമ്മളെ മുറിച്ച് വെളിയിൽ കൊണ്ടുവന്നത് കൊണ്ടാണ്. You see, the reason why you are born again നമ്മൾ വീണ്ടും ജനിച്ചതിന്റെ is കാരണം not because one day you raised your hands and said, "Oh, from now on I will try to live for Jesus." നമ്മൾ ഒരു നാൾ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇനിയും തൊട്ട് ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചോളാം എന്ന് പറഞ്ഞതും കൊണ്ടല്ല The നമ്മൾ reason വീണ്ടും you were ജനിച്ചത്. saved is because you had a power encounter with God. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് കാരണം ദൈവത്തിന്റെ ഒരു ശക്തി പ്രകടനം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റുമുട്ടി ഒരു The power of sin was reigning over you. അതിനു മുമ്പേ പാപത്തിന്റെ ശക്തി നമ്മളിൽ വാഴുവായിരുന്നു. In your mind you knew what was right but you could not do it. നമ്മുടെ മനസ്സിൽ ശരി എന്തെന്ന് നമുക്ക് അറിയാമായിരുന്നു, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. It is called the law of the mind. ഇതെല്ലാം മനസ്സിന്റെ ആ പ്രമാണം. But you see, the law of sin was controlling your mind. You could just know, but you could not overcome. പാപത്തിന്റെ പ്രമാണം നമ്മളുടെ മനസ്സിനെ ഭരിക്കുമായിരുന്നു. നമുക്കറിയാം ശരിയെന്താ നേരെന്താന്ന്, പക്ഷെ നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. It was the power of God that actually came upon you and released you from your sins. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നിട്ട് നമ്മളുടെ ആ പാപത്തിൽ നിന്ന് നമ്മളെ മുറിച്ച് വെളിയിൽ കൊണ്ടുവന്നു, നമ്മളെ സ്വതന്ത്രരാക്കി. He released you from your sins by His blood, the Bible says in Revelation. വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ രക്തത്താൽ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന്. Yes, we have been set free. നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നു. So you see, God definitely does power encounters to save us. നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം ശക്തി പ്രകടനങ്ങൾ നമ്മളുടെ മേളിൽ നടത്താറുണ്ട്. Every time Jesus Christ heals our diseases. ഓരോ പ്രാവശ്യം യേശു ക്രിസ്തു നമ്മളുടെ രോഗങ്ങൾ I'm സൗഖ്യപ്പെടുത്തുമ്പോൾ, talking about the world outside, not about us. ഞാൻ വെളിയിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. Whenever Jesus Christ heals someone in the world today, ഇന്ന് ലോകത്തിൽ ആരെയെങ്കിലും യേശു സൗഖ്യപ്പെടുത്തുമ്പോൾ it is a sign of His power. അത് ദൈവത്തിന്റെ ശക്തിയുടെ ഒരു ചിഹ്നമാണ്. He wants people to know that just like He can heal them, He can take charge over their lives. ദൈവം ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുവാണ്, ഇതിൽ കൂടി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക, ഞാൻ ഈ സൗഖ്യം തന്നതുപോലെ, നിന്റെ ശരീരത്തിൽ ഈ സൗഖ്യം തന്നതുപോലെ നിന്റെ ജീവിതത്തെ തന്നെ ഞാൻ കൈയേറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. വെച്ചാൽ അവർ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ഇത് രണ്ടും കൂടെ ഒരു ആശയക്കുഴപ്പത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു. So Jesus Christ healed the sick outside because He wanted to reveal His power.
യേശു ക്രിസ്തു പുറത്തുള്ളവരെ സൗഖ്യപ്പെടുത്തിയതിൻ്റെ കാരണം എന്താ? യേശുവിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചു. That is why when Moses threw the rod and it became a snake. അതുകൊണ്ടാണ് മോശ ആ വടി താഴെ ഇട്ടപ്പോൾ അത് പാമ്പായി മാറിയത്. Pharaoh's mentions also threw the rod and all became snakes. ആ വേറെ മന്ത്രവാദികൾ അവരുടെ വടി താഴെ ഇട്ടപ്പോൾ അതും പാമ്പായി മാറി. God didn't say ha 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 ha. You know what happened next? അത് അടുത്തെന്താ സംഭവിച്ചെന്നറിയാമോ? Anyone? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കേട്ടില്ല, ഉറക്കെ പറ. പാമ്പ് എന്തോ ചെയ്തു? അതിനെല്ലാം വിഴുങ്ങി. The Moses snakes swallowed up the magician's snake. ദൈവം പറഞ്ഞില്ല കൊള്ളാം നിങ്ങൾക്ക് ചെയ്യാല്ലേ, ഓ കൊള്ളാം. God did not just say, oh, you can also do the same thing. No, he didn't say that. He wants to show that he is all powerful. ദൈവം സർവശക്തനെന്ന് താൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. He does not heal just because he wants them to get healed. ആൾക്കാർ സൗഖ്യപ്പെടണമെന്ന് മാത്രം ആഗ്രഹിച്ചല്ല He ദൈവം അവരെ heals them because സൗഖ്യപ്പെടുത്തുന്നത്. he wants them to turn to him. ദൈവം മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്നതിന് കാരണം എന്തുവാ? മനുഷ്യർ അവനിലോട്ട് തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. We confuse that with healing in the church. നമ്മൾ ഈ പുറത്ത് ദൈവം സൗഖ്യപ്പെടുത്തുന്നത് അത് സഭയ്ക്കുള്ളിൽ കിട്ടുന്ന സൗഖ്യവും തമ്മിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ മനസ്സിലാക്കുന്നില്ല ശരിക്കും എന്താണ്. The church is this. When God heals someone in the church today, heals someone in the church today. ഇന്ന് സഭയിൽ ഒരു വ്യക്തിയെ ദൈവം You say, സൗഖ്യപ്പെടുത്തുവാണെങ്കിൽ wow, what power, oh, great. അപ്പൊ നമ്മൾ വിശ്വാസികളൊക്കെ അന്തം വിട്ടുന്നു. ഓ, എന്തോരു ശക്തി. ഞാൻ ചോദിച്ചോട്ടെ സഹോദരന്മാരെ, ഈ ശക്തിയുള്ള ദൈവമാണെന്ന് നിങ്ങൾക്ക് നേരത്തെ വെളിപ്പെട്ട് വന്നതല്ലേ? Brothers, didn't you realize earlier itself that this is a God of power? സർവശക്തിമാനാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നല്ല ബോധ്യത്തോടെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. You were born again with the knowledge that this God is an all-powerful ഇനിയും God. നിങ്ങൾ അയ്യോ കർത്താവ് ക്യാൻസർ സൗഖ്യമാക്കി, അയ്യോ ഇത്ര ശക്തിയുണ്ടോ, ഞാൻ അത് ഓർത്തില്ല കേട്ടോ. Now when you see healings and cancer being disappearing, Oh, you should not be astonished. praise the Lord. ക്യാൻസർ ദൈവം വിടുവിച്ചു, ഓ ഇത്ര ശക്തിമാൻ. Oh, you should not be so overexcited as if you are hearing, you're knowing that for the first time. സഹോദര, താങ്കളുടെ വായിൽ വാക്ക് തന്നെ കൊണ്ടുവരുന്ന ദൈവമല്ലേ? God himself is the one who puts words inside your mouth. ഞാൻ പ്രസംഗിക്കാൻ തന്നെ ദൈവം വാക്കുകളിട്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ. I being a stammerer, now that I can preach God's word itself is a power of God. നമുക്ക് ദൈവത്തിന്റെ ശക്തിയോട് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ മക്കളെ? Are we doubting God's power? So why does he heal someone in the church today? Is it to reveal his power? ഇന്ന് സഭയ്ക്കുള്ളിൽ ദൈവം ആൾക്കാരെ സൗഖ്യപ്പെടുത്തുന്നതിന് കാരണം എന്തുവാ? തന്റെ ശക്തി പ്രകടനം കാണിക്കാനോ? No, my dear friends, you know അല്ല what? സുഹൃത്തുക്കളെ, Just അല്ല. because he wants to reveal his authority. ശക്തി പ്രകടനം കാണിക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ അധികാരം വെളിപ്പെടുത്താനാണ്. എവിടൊക്കെ നമ്മൾ തെറ്റിപ്പോയി, എവിടൊക്കെ നമ്മൾ ദൈവത്തിന് നിയന്ത്രണം കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. Many areas in our lives we have not given authority to the Lord. ദൈവം പറയാ, ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവരാം, പക്ഷേ ഒരു കാര്യം കൂടെ ഓർത്തോണം, ഞാനാണ് നിന്റെ കർത്താവ്. God is saying, I will bring you back, but always remember, I am your Lord. നീ വേറെങ്ങും നീ പോകാൻ പാടില്ല. You should not wander away from me. എത്ര പറഞ്ഞാലും വിശ്വാസികൾ മനസ്സിലാവത്തില്ല. People, പാസ്റ്ററെ, അപ്പം നമുക്ക് സഭയിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? then people will ask, they don't understand Pastor, the എന്താ reality. They ask, പറയുന്നത്? Pastor, are you saying that we should not pray for healing in the church? കാര്യം പറഞ്ഞോട്ടെ, when he heals us today,
ഇന്ന് ദൈവം നമ്മളെ സൗഖ്യപ്പെടുത്തുമ്പോൾ He also wants us to examine our obedience. അതിനോടൊപ്പം ദൈവം ആഗ്രഹിക്കുന്ന നമ്മളുടെ അനുസരണം എത്രയുണ്ടെന്ന് നമ്മൾ ഒന്ന് ശോധന ചെയ്ത് നോക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെ ശ്രദ്ധ പിടിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവം. God is പിതാവായിട്ട് നമ്മളെ വീണ്ടും വെളിപ്പെടുത്തുകയാണ്. God is revealing himself to us yet again. He's drawing our attention. So you see, we wait on God for physical deliverances, my dear friends. നമ്മൾ ഭൗതിക വിടുതലുകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കാറുണ്ട്. But my message to you ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന സന്ദേശം is this: ഇതാണ്. we need to give equal importance to the facts that God also frees us by sending truth into our lives. നമ്മൾ ഈ ഭൗതിക വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നതിനൊപ്പം നമ്മൾ ഈ സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം തൻ്റെ സത്യം നമ്മളുടെ ജീവിതത്തിലോട്ട് അയച്ചിട്ട് നമ്മളെ സ്വതന്ത്രരാക്കുന്ന നമുക്കത് അറിയാം, പക്ഷേ എന്തോ നമ്മളത് കുറച്ച് കാണുകയാണ്. We know this truth, but we belittle it. നമ്മൾ പറയും, പാസ്റ്റർ എന്ത് പ്രസംഗം, ഓ അടിപൊളി പ്രസംഗം, Oh, Pastor, your preaching was so good. It's ഭയങ്കര അഭിഷേകം. So much anointing was പാസ്റ്റർ there. ഒന്ന് പ്രാർത്ഥിച്ചായിട്ട് എനിക്ക് വിടുതൽ ഒന്ന് അതിന്റെ After കൂട്ടത്തിൽ all this, they'll come and say, Pastor, please touch me that I'll be delivered. കാരണം നമ്മുടെ ലക്ഷ്യം എന്തുവാ? ഭൗതിക അനുഗ്രഹം, ഭൗതിക വിടുതൽ. What are they expecting? They are expecting of physical deliverance. അതിനെക്കാട്ടിലും വളരെ ആവശ്യമുള്ള ആത്മീയ വിടുതലിന് വേണ്ടി നമ്മൾ അന്വേഷിക്കുന്നില്ല, തേടുന്നില്ല. Oh, we are not inquiring, we are not searching for the spiritual deliverances that we urgently need. കാരണം എന്താണെന്നറിയാമോ? Do you know the reason why? അതും ഒരു കോട്ടയുടെ കാരണമാണ്. That also indicates that there is a stronghold. എന്തുവാ കോട്ട എന്നറിയാമോ? Do you know what the stronghold is? എൻ്റെ ആത്മീയ വളർച്ച അത്രയും വലിയ പ്രാധാന്യമൊന്നും ഇല്ല. We think that our spiritual growth is not that important. ഞാനങ്ങ് വളരും. Anyway, I will grow. ഓ എങ്ങനെയെങ്കിലും ഞാൻ വളർന്നോളും. I will grow either way. Anyway, I'll എത്രമാത്രം be ഞാൻ growing. വളർന്നു എനിക്കറിയത്തില്ല. ഞാൻ അങ്ങ് വളർന്നോളും, കുഴപ്പമില്ല. എത്രയും 10-70 വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്തുവാ അങ്ങനെയൊക്കെ ഞാൻ വളർന്നോളും, കുഴപ്പമൊന്നും. I'll grow anyway. Till now, everything was okay. I will grow anyway. I don't know how long I'll be on earth, but it's okay. I will Why grow. is God taking so much of pains to build us? നമ്മളെ വളർത്താനായിട്ട് ദൈവം ഇത്രമാത്രം ബന്ധപ്പെടുന്നതിന് കാരണം എന്താണ്? പൗലോസ് പറഞ്ഞു, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. Paul said, I have run my race, I've kept my faith. കാരണം എന്താ അറിയാമോ? Do you know why he said that? കാരണം പുള്ളി അധികമായി പുള്ളിയിൽ കൂടെ പ്രവർത്തിച്ചു. The reason is God worked much in his life. വളരെ നമ്മൾ പറയും, ഞാൻ ഓടിക്കൊണ്ടിരിക്കുക പാസ്റ്ററെ, ഞാൻ ഭയങ്കര ഓട്ടമാ. What will we say? Oh, Pastor, I'm running. I am on my race. I'm running. ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നത് സഹോദരന്മാരെ? What am I doing here? What am I doing here? What am I trying to say? I am trying to cut through the jungle. ഞാൻ ഒരു വലിയ കാട് ഞാൻ മുറിച്ചു മാറ്റാനായിട്ട്. I know you will not thank me for it, because it is always painful, isn't it?
But I know it is hard work. ഇത് കഠിനമായ പ്രവൃത്തിയാണ്. ഇത് മുറിച്ചു മാറ്റുന്നത് അത് വേദനയുള്ള കാര്യമാണ്. എനിക്ക് നല്ല സന്ദേശം പറയാൻ അറിയത്തില്ല കേട്ടോ, സത്യം പറയാമെങ്കിൽ. എനിക്കിതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, ഇതൊക്കെ പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. കാരണം എൻ്റെ വിളി അത് തന്നെയാണ്. എന്തുവാ? കാടങ്ങ് തെളിക്കണം. This is my calling to clear the confusion, clear the jungle that has been brought up all this while. എനിക്ക് നല്ല സന്ദേശം വല്ലപ്പോഴൊക്കെ പറഞ്ഞൂടെ? You may say, Pastor, give us some good messages. ഞങ്ങൾക്കൊരു ഉത്തേജനം വേണം. So that we may just feel revived. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. See, when we learn to give equal importance to the fact that God sends truth and releases us. ദൈവം തൻ്റെ സത്യമയച്ച് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് എന്നുള്ള വാസ്തവത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ, equal importance, അതിന് മറ്റുള്ള തുല്യമായ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുമ്പോൾ, then there is always a wow factor. Wow. അങ്ങനെയാണെങ്കിലാണ് നമ്മളിൽ ഒരു അതിശയം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു അതിശയം ഉയർന്നു വരുന്നത്. I'm telling you, every time we receive a power encounter, we run and want to share, testify, isn't it? ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു ഏറ്റുമുട്ടൽ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടി നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് അങ്ങ് ആഗ്രഹമാണ്. അന്നേരം പാസ്റ്റർ സാക്ഷ്യമുണ്ട് കേട്ടോ. They'll say, Pastor, I have a testimony. അതെ, ഞാൻ റോഡിൽ പോയപ്പോഴത്തേക്ക് ഒരു പൂച്ച, കറുത്ത പൂച്ച ചാടി, എന്നിട്ടും എന്നെ വണ്ടി ഇടിച്ചെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു. Oh, Pastor, I was traveling in the road and a black cat crossed the road, but nothing happened. Accident didn't happen. Wow! Oh, wow. അല്ലെങ്കിൽ നമുക്ക് ആർക്കും സാക്ഷ്യമില്ല. ഇതൊക്കെയുള്ള നമ്മുടെ സാക്ഷ്യങ്ങൾ. Our testimonies are as silly as this. പുതിയ ജോലി കിട്ടി. Praise the Lord. Oh, my son got a job. Hallelujah. ഞാൻ ഒരു വീട് മേടിച്ചു. I bought a house. കേരളക്കാർക്ക് അതല്ലേ ഏറ്റവും വലിയ അല്ലേ? അയ്യോ, These things are so big. ഞാൻ 33 വയസ്സിൽ ഞാൻ വീട് വെച്ചു കേട്ടോ. When I was 33-year-old, I built a home. ഞാനിടയ്ക്ക് ഓർത്തു, കർത്താവ് എത്രയും പെട്ടെന്ന് ഞാൻ വീട് വെച്ചല്ലോ, ഇച്ചിരി കഴിഞ്ഞ ആഴ്ചയോടെ മതിയായിരുന്നു. I told the Lord, this is too early. Why should I build a home at 33 years of age? ഞങ്ങൾക്ക് വീട് വെക്കാൻ നോക്കി, അറിയാമോ? After that, I tried to sell the house. അത്ഭുതം എന്ന് പറയട്ടെ. Do you know? ഇതാണ് അത്ഭുതം. Listen to some of the miracles that happen in our lives. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഒത്തിരിയുണ്ടോ? ഞാൻ ഒരെണ്ണം പറയാം. ഒത്തിരി, there are so many miracles, but one I will tell you. ഞങ്ങളെ വീട് വെക്കാനായിട്ട് ഞങ്ങൾ 2-3 പേർ മാത്രം പറഞ്ഞു. We just told 2-3 people about selling the house. ഞങ്ങൾക്ക് ഈ വീട് വിൽക്കാനായിട്ട് ഞങ്ങൾ 2-3 പേരോട് മാത്രമേ പറഞ്ഞുള്ളൂ. കുറേ നാളെങ്ങനെ പോയി, Time passed by. ഒരു അനക്കവും ഇല്ല. Nothing happened. ഒരു ദിവസം ഒരാൾ വിളിക്കുന്നു. Suddenly one person called up. ഞാൻ ഡോക്ടർ സോ ആൻഡ് സോ ആണ്. I am Dr. So and so. ഞാൻ നിങ്ങളുടെ വീട് വിൽക്കുന്നുണ്ടോ, ഞാൻ കേട്ടല്ലോ, ഞങ്ങൾ വന്ന് കണ്ടോട്ടെ. I heard that you are going to sell your house. Can I come and see? ഞങ്ങൾ പറഞ്ഞു ശരി. And we said, okay, you can come and see. ഒരു അരമണിക്കൂർ തീർന്നില്ല. Before half an hour was over, വേറെ ആളെ വിളിക്കുകയാണ്. another person called up. ഞാൻ ഡോക്ടർ സോ ആൻഡ് സോ ആണ്, വേറെ ആള് ഡെന്റിസ്റ്റ് ആണ്. Another person called up and said, I am Dr. So and so, I am a dentist. ഞാൻ ഈ സമയത്ത് വന്ന് വീട് കണ്ടോട്ടെ. Can I come? This is another person. Can I come and see your മറ്റേ house? ആള് വന്ന് കാണാൻ വരുന്ന അതേ സമയത്ത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ വന്ന് വീട് കണ്ടോട്ടെ. Both this person wanted to come and see the house at the same time. ഞങ്ങൾ പറയേണ്ടി വന്നു, ഡോക്ടറെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി, കാരണം എനിക്ക് പറയാൻ പറ്റും വേറെ ആളത് ആ സമയത്ത് വരുന്നുണ്ടെന്ന്. So we couldn't say to the first person that the second person that the first person is coming exactly at that time. So we told them,
Doctor, can you കാരണം please come 1 hour late? അവർ തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ലല്ലോ. So because we didn't want them to meet each other. രണ്ടുപേരും വന്നു, Both of them came and saw the രണ്ടുപേരും house. കണ്ടു, They saw the house. ഇഷ്ടപ്പെട്ടു പോയി. They liked the house and they went off. You know what God told us finally? ദൈവം ഞങ്ങളോട് അവസാനം എന്താ പറഞ്ഞെന്നറിയാമോ? You know, if I want to sell your house for you, I can do it just like that. മോനെ, നിന്റെ വീട് എനിക്ക് വിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് എനിക്ക് നിനക്ക് വേണ്ടി വിറ്റ് തരാൻ നീ പറ്റും. ഇപ്പം വിൽക്കണ്ട. I don't want you to sell the house now. ഞാൻ ജസ്റ്റ് ഇവരെ കൊണ്ടുവന്ന് നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുവാ, ആൾക്കാരെ കൊണ്ടുവരാൻ എനിക്ക് ഒരു പാടുമില്ല. I brought them just to show you that I don't have any difficulty in bringing the people to sell your house. നീ പാടുപെട്ട് വീട് വിൽക്കേണ്ട You ആവശ്യമില്ല. don't have to struggle and sell your house. ഞാൻ വേറൊരു വഴി കാണിച്ചു തരാം. I will show you another way. ഞങ്ങളുടെ വീട്ടു ചുറ്റിൽ 3 കള്ള് ഷോപ്പ് പൊങ്ങി വന്നു. In our neighborhood, just adjacent to our home, 3 മാറി മാറി alcohol shop മാറി മാറി വന്നു. one after the other. 3 ബിൽഡിങ്ങും ഇടിച്ച് തകർത്ത് ദൈവം കൊണ്ട് ഞങ്ങളെ മുന്നിൽ കാണിച്ചു. 3 ബിൽഡിങ് കല്ലോടെ ഇടിച്ച് 3 ബിൽഡിംഗ് ഒന്നിന്റെ പുറകിൽ ഒന്ന്. All 3 buildings, one after the other, were razed to the ground without one stone on the other. God proved himself. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ദൈവത്തിന് ഒരു പാടുമില്ല സഹോദരന്മാരെ. Brothers, sisters, I'm telling you, God has no problem. He has no problem to reveal his power. He has no hindrance to reveal his power. You know why God is chasing us? ദൈവം നമ്മളെ പിന്തുടരുന്നതിന്റെ കാരണം Because എന്താണെന്നറിയാമോ? He wants us to acknowledge His authority over our lives. അവന്റെ കർത്തൃത്വം നമ്മളുടെ മേൽ നമ്മൾ അംഗീകരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So you see, every time you receive a physical blessing and you are excited about it. ഓരോ പ്രാവശ്യവും നമ്മളുടെ ഭൗതിക അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടിട്ട് അതിൽ നമ്മൾ അങ്ങ് ആശ്ചര്യപ്പെട്ട് സന്തോഷിക്കുമ്പോൾ അതേപോലെയുള്ള ഉത്സാഹം കാണണം. ദൈവം വെളിച്ചം അയച്ച് ഒരു ആന്തരികമായിട്ടുള്ള വിടുതൽ തരുമ്പോൾ praise God. We should have the same sort of excitement when God sends His light into us and delivers us from deep within a strong. ഞാനിത് ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ. Oh, I couldn't see this till now. I cannot stress enough the importance of these. ഇതിൻ്റെ പ്രാധാന്യം എത്ര ഊന്നി പറഞ്ഞാലും മതിയാകത്തില്ല. അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളാണിത്. കാരണം നമ്മൾ ശിശുക്കളായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. The reason is we want to live our life as infants. ഞാൻ ഇത്രയും ചെയ്ത് നിങ്ങളെ ശക്തി ഞാൻ വെളിപ്പെടുത്തി കാണിച്ചില്ലേ? God is telling us, haven't I done so much? Haven't I revealed my power to you? ഇനിയും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ, എനിക്ക് അവസരം താ. And now God is telling, I want to work inside of you. Give me the opportunity. Allow me to work inside of you. Let me take you to scripture, please. ഒരു ദൈവവചനത്തിലോട്ട് ഞാൻ കൊണ്ടുപോട്ടെ. But before that, I want to touch on one more topic that is also very difficult to address. That is about our hypocrisy with regards to physical healing. ഭൗതിക ശാരീരിക സൗഖ്യത്തെക്കുറിച്ചുള്ള ഒരു കപടഭക്തി ഒരു പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. സഭയിലുള്ള കപടഭക്തി ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. Can I expose the hypocrisy that is inside the church? നമ്മൾ പറയും എനിക്ക് ഭയങ്കര മുട്ടുവേദനയാണ്, പുറം വേദനയാണ്, പുറമെ പ്രാർത്ഥിക്കും, എന്തുവാ
ഈ കർത്താവിൻ്റെ അടിപ്പിണറുകാൾ എനിക്ക് മുട്ടുവേദന എനിക്ക് സൗഖ്യം ലഭിച്ചു. We may have knee pain or back pain, or then and then what happened? Somebody or the person himself prays in by the stripes of Jesus I am healed. ഞാൻ ചോദിച്ചോട്ടെ, അതേ സൗഖ്യം നമ്മുടെ ഡയബറ്റീസിന് വേണ്ടിയിട്ടും നമുക്ക് ലഭിക്കണ്ടേ? Can I ask you something? Don't you realize that we want the same healing for our disease called diabetes? അപ്പം നമ്മളെ മുട്ടുവേദന മാറാനായിട്ട് നമ്മൾ ഭയങ്കര ആൾക്കാരടുത്ത് പോയി അവർ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഡയബറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ആഗ്രഹം, അതിനെന്താ അത് ഇഞ്ചക്ഷൻ കൊടുത്താൽ ശരിയായിക്കൊള്ളുമല്ലോ. അതുകൊണ്ട് എന്തുവാ, വി ലൈക്ക് കൺട്രോൾഡ് ഹീലിംഗ്. നമുക്ക് വേണ്ടി എന്തുവാ, നമുക്ക് ഇഷ്ടമുള്ള രോഗങ്ങൾ മാറണം. അല്ലാത്ത രോഗങ്ങളൊക്കെ കിടന്നോട്ടെ, കുഴപ്പമില്ല. We want the diseases desired healing. ദൈവം ചോദിക്കത്തില്ല, സഹോദര താങ്കളുടെ മുട്ടുവേദനയ്ക്ക് വേണ്ടി ഞാൻ സൗഖ്യം തരുമ്പോൾ താങ്കൾക്ക് ഡയബറ്റീസിന് വേണ്ടി താങ്കൾക്ക് സൗഖ്യം വേണ്ടേ? God is asking us, you want my healing for your knee pain, but don't you want my healing for your diabetes? അത് കർത്താവേ, അത് But God, it's okay, God. എനിക്ക് പ്രശ്നം ഇപ്പം മുട്ടുവേദനയാണല്ലോ. But God, now the real problem is my knee pain. ഞാൻ അറിയുന്നില്ലല്ലോ, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അറിയുന്നില്ല. എനിക്കിപ്പോ മുട്ടുവേദന മാറ്റിത്താ. But diabetes, it's okay. I'm not having that pain. I'm not going through the stress and pain. But this knee pain, I'm going through problem, God. ഞാൻ കേട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞു, സഹോദര 40 വർഷമായിട്ട് ഞാനൊരു ഗുളിക പോലും എടുത്തിട്ടില്ല. ഒരു ഗുളിക പോലും ഞാൻ എടുത്തിട്ടില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ആൾക്കാർ പറയുന്നത്? Have you heard people say, brother, you know what, for 40 years, past 40 years, I've not even had a tablet. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഈ എല്ലാ മരുന്നും രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളല്ല. Can I tell you something? All the medicines, some of the medicines are not ചില മരുന്നുകൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഉണ്ട്. Some of the medicines are those which prevent disease. അപ്പോൾ നമ്മുടെ ശരീരത്തെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ ആഗ്രഹമുള്ളവര് നമുക്ക് ആ മരുന്നെടുക്കാൻ നമുക്ക് ഒരു പ്രയാസം വരേണ്ട ആവശ്യമില്ല. So people who desire to maintain their health properly, we should not have any problem, any hindrance in taking those tablets. കാരണം നമ്മുടെ ശരീരങ്ങളെ നമ്മൾ കാക്കണം. We have to keep our body. അതിനുവേണ്ടി നമ്മൾ എല്ലാം എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം. So we should be willing to do all that we can for that. പക്ഷേ ചിലവർക്ക് മരുന്ന് കാണുമ്പോഴേ ശ്വാസം മുട്ടലാണ്. Some people are like, they are so, കാരണം എന്തോ ദൈവം ഇഷ്ടപ്പെടത്തില്ലല്ലോ മരുന്ന്. they think God is not pleased with eating those tablets. വണ്ണം വായിച്ച് വീർത്തിരുന്നാലും കുഴപ്പമില്ല, എന്തുവാ മരുന്ന് കഴിക്കാൻ പാടില്ല. Even if I become obese, no problem, but I should not take tablets. അതൊരു അസുഖമല്ലേ, വണ്ണം ഒരു അസുഖമല്ലേ? Even being obese is also a disease, isn't it? അമേരിക്കയിലെ മരണത്തിന്റെ ഏറ്റവും വലിയ കാരണം വണ്ണമാണ്, അതറിയുമോ? In America, ഹാർട്ട് ഡിസീസ് ഒന്നുമല്ല. One of the main reason for mortality is obeseness, being obese, not heart disease. അപ്പോൾ ചില രോഗങ്ങൾ ഞാൻ കാര്യമായിട്ട് ഫൽസിക്കുകയാണ്, മറ്റേ രോഗങ്ങൾ ഞാൻ സ്വീകരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കപടഭക്തി എന്ന് പറയുന്നത്. Some diseases we cast them out, but other diseases we are so cool about it. This is called hypocrisy. ദൈവം അത് നമ്മൾ വെറുതെ വിടുമെന്ന് ഓർക്കരുത് കേട്ടോ. എല്ലാത്തിനും ദൈവം God won't leave us വെളിച്ചം alone. കൊണ്ടുവരും, വെളിച്ചം. God wants to bring light into everything in our lives. ഇതെല്ലാം കോട്ടകളാ. Because all these are strongholds. സൗഖ്യത്തിന് വേണ്ടി തെറ്റായ കാഴ്ചപ്പാടും കോട്ടയാണ്. Wrong attitude towards healing is also a stronghold. നമ്മുടെ സഭയിൽ കുറച്ച് പേരാക്കിയിട്ടുണ്ട്, ഈ സൗഖ്യം, ഇയാൾക്ക് സൗഖ്യപരമുണ്ട്, എല്ലാവരും. ഞാൻ പറയട്ടെ, നമ്മളെന്തിനാ ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ചില ആൾക്കാരുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സൗഖ്യം നമ്മൾ തന്നെ പ്രാപിച്ചെടുക്കണം സഹോദരന്മാരെ. Brothers, sisters, I tell you, we have to
pray, we have to work with our lives and gain that healing. ഈ ദൈവം സൗഖ്യമരം Receive that സൗഖ്യത്തിന്റെ healing. വരം കൊടുത്ത ആൾക്കാർ ദൈവം പുറത്ത് വിടും. നിങ്ങൾ പോയി അവിടെ പോയി പ്രാർത്ഥിക്കും. And those who have the ministry of healing, God will send them outside the നമുക്ക് അവിടെ church. നിന്നും പോകണം. നമുക്ക് ഇവിടെ അല്ല നമുക്ക് സുഖം. ഞാൻ പ്രാർത്ഥിക്കുന്നു. അയ്യോ. And what we say, കാരണം we ഞാൻ are, വലിയ our ആളെ work is not കാണിക്കണ്ടേ? there. Our work is not there. Our work is inside the church, we think. നമ്മളിങ്ങനെ അവരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. And we, കാരണം ഈ ഉണ്ടല്ലോ ഈ ബ്രൈബ് കൊടുക്കുന്നത് നമ്മൾ കൊടുത്താലല്ലേ ഇയാളെ വാങ്ങിക്കത്തുള്ളൂ. അപ്പം നമ്മളും കുഴപ്പക്കാരൻ, അവനും കുഴപ്പക്കാരൻ. ഈ കൈക്കൂലി കൊടുക്കുന്നവർ, the one who gives the bribe is also wrong, doing wrong. The one who receives the bribe is also doing wrong. അപ്പം നമ്മൾ ഓടിപ്പോയി പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എന്താ അയാൾ നമ്മൾ വഷളാക്കുക, നമ്മളും വഷളായിക്കൊണ്ടിരിക്കുക. So the ministry, those people who have the ministry of healing, and if they remain inside the church only, the people who encourage that is also sinning, and the one who is staying inside is also doing the wrong നിങ്ങൾ thing. പറയും പാസ്റ്ററെ ഞങ്ങൾ ഇങ്ങനെ വെട്ടി ശരിയാക്കാതെ ഞങ്ങൾ കുറച്ചെങ്കിലും ഞങ്ങൾ മയത്തിലൊക്കെ സംസാരിക്കുക. You may say, Pastor, please be more gentle with us. Don't be too harsh with us. Come, let's go to 2 Corinthians. 2 കൊരിന്ത്യർ ലേഖനത്തിലോട്ട് നോക്കാം. Chapter 10. 10-ാം അധ്യായം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം. എനിക്ക് സമയം എത്ര ഉണ്ട് പറഞ്ഞ പോലെ നമ്മൾ 10:00 അന്ന് തുടങ്ങിയത്, അത് 11 മണിക്കാണ് തുടങ്ങിയത്. എനിക്ക് നിങ്ങൾ എപ്പോഴാണ് മൈക്ക് തന്നത്? ഇപ്പോഴും എനിക്ക് സമയമെല്ലാം തെറ്റിയിരിക്കുകയാണല്ലോ. I think you gave me the mic when it was 11:25. Already 1 hour is over and I am still preaching. Okay, 2 Corinthians chapter 10 verse 1 to 6. Anyone can read loud and clear Malayalam. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുത് എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. Paragraph, my dear friends. ഇത് എളുപ്പമുള്ള ഒരു ഭാഗമല്ല. Not easy to explain at all. ഇത് വിവരിച്ച് പറയാനും എളുപ്പമല്ല. But there is a verse here that talks about fortresses, destruction of fortresses. ഇവിടെ കോട്ടകളെ തകർക്കുക എന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ട്. It's very important for us to understand this whole passage. ഈ ഭാഗം മുഴുവനും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുണ്ട്. Let me try to explain, make it simple. ഞാനിത് ലളിതമായിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ What is happening here? ഇവിടെ സംഭവിക്കുന്ന എന്തുവാണ്? Paul is actually trying to work with the church in Corinth. കൊരിന്ത്യ സഭയോട് കൂടെ പൗലോസ് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. And he must have been a very small man in physical stature, by the way. പൗലോസിനെ സംബന്ധിച്ച് അവന് ശാരീരികമായി അവനെ നോക്കുമ്പം വളരെ അധികം ഉയരമോ വളരെ ശക്തിയുള്ള ഒന്നുമല്ല. നമ്മുടെ ഇവിടുത്തെ പോൾ സാറിനെ പോലെ അത്രയൊക്കെ ഹൈറ്റ് ഒക്കെ കാണത്തുള്ളൂ പൗലോസ്. മറ്റേ പൗലോസ് തന്നെ ആയിരിക്കും കേട്ടോ, അത്രയും പൊക്കമൊക്കെ കാണത്തുള്ളൂ. കാരണം പുള്ളിക്കാരൻ കാണുന്ന വലിയ ഭംഗിയൊന്നും കാണാൻ ഇവിടുത്തെ ആൾ പോൾ ഭംഗിയുണ്ട്. പക്ഷേ അപ്പോസ്തലൻ പൗലോസ് കാണാൻ അധികമായിട്ട് he was not very attractive. പുള്ളി തന്നെ പറയുന്നുണ്ട്, I am not very attractive in appearance.
അവിടെ പറയുന്നുണ്ട് കാണാനായിട്ട് ഭൗതികമായ രീതിയിൽ എനിക്ക് വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല എന്ന് പറയുന്നു. വെരി സ്മോൾ കൊച്ചു മനുഷ്യനായിരിക്കും പുള്ളിക്കാരൻ്റെ. പുള്ളി ശബ്ദവും അധികമായിട്ടൊന്നും ഒന്നുമില്ലായിരുന്നു, വാക്ക് സാമർത്ഥ്യം അധികം പുള്ളിക്കില്ല. He did not have അതും പുള്ളി പറയുന്നുണ്ട് ഇതിനകത്ത്. much eloquence in speech also. You see, അതുകൊണ്ട് എന്ത് പറ്റുന്നറിയാമോ? Paulus is trying to tell them like this. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കും അവരോട്, My letters are very strong with you. എൻ്റെ ലേഖനങ്ങള്, ഞാൻ എഴുതുന്ന കത്തുകള് നിങ്ങളോട് വളരെ ശക്തിയേറിയതാണ്. And you think when I come to you I am very weak. നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ ആളാൽ വരുമ്പം ഞാൻ വളരെ ബലഹീനനായിട്ടാ വരുന്നതെന്ന്. ഒരു കാര്യം ഓർത്തോണം, പൗലോസ് പറയാണ്, Paul is saying you should realize ഞാൻ one നിങ്ങളെ thing. ഇടിച്ച് തകർക്കാൻ വേണ്ടി ഒന്നും അങ്ങനത്തെ യുദ്ധമല്ല ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. I am not desiring to fight against you and to ഞാനിങ്ങനെ bring you വലിയൊരു low. ആളായിട്ട് ഇങ്ങോട്ടോ I am not പാപം ചെയ്ത് wanting, ഞാൻ ഇടിച്ച് ശരിയാക്കും കേട്ടോ, അതുകൊണ്ട് നാളെ തൊട്ട് പാപം ചെയ്യരുത് കേട്ടോ. I am not wanting to come to you in the strength of my physical. ഞങ്ങളുടെ ജഡത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ജഡത്തിലല്ല യുദ്ധം ചെയ്യുന്നത്. He's saying, even though I walk in the flesh, I do not war in the flesh. എബി പറയാം, എനിക്കും പാസ്റ്റർ കൊള്ളാം, കാരണം എനിക്കും വെച്ച് പൊക്കം കുറവാണ്, അതുകൊണ്ട് എനിക്ക് വളരെ നല്ലൊരു മെസ്സേജ് ആണെന്ന്. Ebi must be saying, Pastor, this is a message for me because I am also a man of small stature. കാരണം നമ്മളെ യുദ്ധം ഇങ്ങനെ സൈസ് വെച്ചാണ് അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. Our battle is not according to our physical stature. കാരണം ആ സഭയിൽ ഓർത്ത്, ഈ പൗലോസ് ഇയാള് കൊച്ചു മനുഷ്യൻ, ഇയാൾ എന്താ നമ്മളടുത്ത് എന്തോ ചെയ്യാനാ. Because in that church, that people must be thinking, oh, this Paul, this puny man, what is he going to do? പൗലോസ് പറയാ, എന്റെ യുദ്ധം നിങ്ങളെതിരെ അല്ല സഹോദരന്മാരെ. So Paul is saying, my battle is not against you, brothers. എന്റെ യുദ്ധം ചില കോട്ടകൾ, ചില തെറ്റായ ചിന്തകളും ചില തെറ്റായ ആശകളുമാണ് എൻ്റെ എതിരെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. ഐ എം ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഫോൾസ് ഐഡിയാസ്, ഫോൾസ് തോട്ട്സ്, ഫോൾസ് ഒപ്പീനിയൻസ്. ചില തെറ്റായ ചിന്തകള്, തെറ്റായ ഉപദേശങ്ങൾ, തെറ്റായ മനോഭാവങ്ങൾ, അതിനെതിരെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. It is divinely powerful, he says here. ഇത് ആത്മീയമായ ശക്തിയുള്ളതാണ്. He says we are destroying speculations and things raised up against the knowledge of God. ദൈവത്തിന്റെ ജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന കോട്ടകള്, ചിന്തകള് ഒക്കെയാണ് തകർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നതും കൊണ്ട് ഞാൻ ശാരീരിക തലത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യത്തില്ല. ഈ അനുസരണക്കേടിന്റെ പിന്നാലെ വേറെ ചില കാരണങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം. Like this. നിങ്ങൾ ഈ അനുസരണക്കേട് കാണിച്ച് ഈ അവസ്ഥയിലാകുന്നതിന് കാരണം നിങ്ങളുടെ ഉള്ളില് ഇതിന്റെ പിന്നാലെ തെറ്റായ ചിന്തകൾ, തെറ്റായ ആഗ്രഹങ്ങൾ, തെറ്റായ മനോഭാവം ഉണ്ട്. അതുകൊണ്ടാണ് പിശാച് നിങ്ങളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളില് പിശാച് കോട്ടകൾ കെട്ടി ഉയർത്തുവാണ്. ഞാൻ നിങ്ങളുടെ നടുവിൽ വരുമ്പോൾ I am here, I am going to use the word of God to destroy every false thought, false ideas that stand up against the knowledge of God. ഞാൻ വ്യക്തിപരമായി നിങ്ങളുടെ നടുവിൽ വരുമ്പോൾ ഞാൻ ദൈവവചനം എടുത്ത് ഈ കോട്ടകളെ, ഈ ചിന്തകളെ, ഈ നിരൂപണങ്ങളെ ഞാൻ തകർക്കും. I am going to bring light from heaven. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഞാൻ വെളിച്ചം നിങ്ങളുടെ നടുവിലോട്ട് കൊണ്ടുവരും. I will take every excuse that you have inside. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സാരമില്ല എന്നുള്ള മട്ടിനെയും ഞാൻ എടുത്തു മാറ്റും. Excuse എന്താ പറയും? ഒഴുകഴിവുകൾ. Let me give an example, my dear friends. ഉദാഹരണം ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ. പാസ്റ്റർ, എനിക്ക് സഭയിൽ വരാൻ വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കിപ്പം വരാൻ പറ്റുന്നില്ല.
One person may say, Pastor, you know, I really desire to come to the church, but I cannot. അത് അപ്പം ഞാൻ ചോദിക്കാറ് അപ്പം പക്ഷേ പാൻഡമിക് അല്ലേ, പാൻഡമിക്. So he'll say, what's the reason? So he'll say, oh, Pastor, അപ്പം ഞാൻ pandemic, ചോദിക്കും Mahamari. അപ്പോൾ ഞാൻ ചോദിക്കും, സഹോദര അപ്പം 2 വാക്സിനേഷൻ എടുത്താന്നോ? So I'll ask him, brother, did you take both the vaccinations? അതൊക്കെ പണ്ടേ എടുത്ത്. Oh, yes, Pastor. I took long back. 2 വാക്സിനേഷൻ എടുത്തവർക്ക് എവിടെ വേണമെങ്കിലും പോകണം, മാർക്കറ്റിൽ പോയാൽ എവിടെ വേണമെങ്കിലും പോയല്ലോ. Oh, if you have taken both the vaccination, you can come anywhere, go anywhere. നമുക്ക് ബാങ്കിൽ പോകാൻ നമുക്ക് ഒരു മടിയില്ല. You don't have any problem going to the bank. കാരണം 2 വാക്സിനേഷൻ എടുത്തു, ഹാപ്പി. Oh, you're taken 2 vaccination and you're happy that you can enter the bank. അല്ലല്ല പാസ്റ്റർ, അതെ അത് വാക്സിനേഷൻ മാത്രമല്ല പാസ്റ്റർ, അതെ എനിക്ക് പാസ്റ്റർ ബസ്സില്ല പാസ്റ്റർ, ഞായറാഴ്ചയൊക്കെ ബസ്സില്ലല്ലോ, അത് എല്ലാം മുടങ്ങിയിരിക്കുക. Pastor, the vaccination alone is not the problem. The thing is, Sundays we don't have bus service. That's why I can't come. അപ്പോൾ ഞാൻ പറയും, സഹോദര ഞാൻ ചർച്ചിന് വണ്ടി ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ടങ്ങ് അയച്ചേക്കാം. Then I'll say, brother, we have a vehicle in the church, so I will send it to your home. Then you can come. അതെ പാസ്റ്റർ, അതെ എൻ്റെ ഭാര്യ എഴുന്നേക്കാൻ താമസിക്കും പാസ്റ്റർ, ഞങ്ങൾക്ക് ഈ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കഴിക്കാതെ ഞങ്ങൾ എങ്ങനെ വരും? ഞങ്ങൾക്ക് പാസ്റ്റർ ഇതെന്താ പാസ്റ്റർ, ഞങ്ങൾക്ക് ഉണ്ടല്ലോ. No, Pastor, see, you don't send the vehicle. It's okay, because there's another reason. My wife, no, she gets up a little late, so making breakfast and all, no, it അത് becomes ഡ്രൈവർ വന്ന് ഹോൺ അടിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ എഴുന്നേക്കുന്നത്. അപ്പം പിന്നെ ഡ്രൈവർ അത്രയും വെയിറ്റ് ചെയ്യണ്ടേ പാസ്റ്റർ, പ്ലീസ്. What if we get up when the driver comes, and poor driver, he'll have to wait. ഞാൻ പറയട്ടെ, ഇതന്നെ പൗലോസ് ഇവിടെ ചെയ്യുന്നത്. ഉള്ള ഒഴിവുകളെല്ലാം പുള്ളി അങ്ങ് മാറ്റി തകർത്ത് തുറന്നു തരികയാണ്. This exactly is what Paul is doing. He is crushing, destroying every excuses. കാരണം അവസാനം ഒരു ചോദ്യമേ ഉള്ളൂ, ശേഷിപ്പ്. In the end, there's only one question that needs to be answered. അനുസരിക്കാമോ ഇല്ലയോ? Can you obey or not? That's the only question that needs കാരണം to be ബാക്കിയുള്ള answered. ഒഴിവുകളെല്ലാം പൗലോസ് അങ്ങ് തകർക്കാൻ ശ്രമിക്കുകയാണ്, എല്ലാം തകർത്ത് കളയാൻ ശ്രമിക്കുകയാണ്. Paul, he's actually destroying one by one all the excuses. He's just peeling it out. ലാസ്റ്റ് വാക്യം എന്താണെന്നറിയാം? അവസാനത്തെ വാക്യം, 6ാമത്തെ വാക്യം അർത്ഥം എന്താണെന്നറിയാമോ? Do you know the meaning of the 6th verse? നിങ്ങളെ അനുസരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അനുസരണക്കേടില്ലാത്തവരെ വെളിപ്പെട്ടു വരുന്നത്. When you start to obey, then disobedience in people will be revealed. കാരണം നമ്മൾ അനുസരിക്കാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും അനുസരണക്കേട് വെളിപ്പെട്ടു വരുന്നത്. When we start to obey, disobedience in others will be revealed. കാരണം ചോദ്യം ഒന്നേ ഉള്ളൂ, അനുസരിക്കുന്നുണ്ടോ അതോ അനുസരണക്കേട് കാണിക്കുകയാണോ? So there's only one question that remains. Can you obey? Are you walking in obedience, or are you still walking in disobedience? അപ്പോൾ അനുസരണം വെളിപ്പെട്ട് വരുന്തോറും അനുസരണക്കേടും വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. So we now understand that as obedience is revealed, disobedience also will surface and become revealed. Paul is not going to punish anyone, my dear friends. പൗലോസ് ആരെയും ശിക്ഷിക്കത്തില്ല സുഹൃത്തുക്കളെ. ദൈവം അനുസരണക്കേട് വെളിപ്പെടുത്തി തരുമ്പോൾ അതിന് ശിക്ഷയുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. When God reveals disobedience, brothers, don't forget that there will be discipline, punishment also. കാരണം നമ്മൾ കൃപയുഗത്തിലല്ലേ ജീവിക്കുന്നത്, നമുക്ക് ശിക്ഷണമൊന്നുമില്ല പാസ്റ്ററെ. You may say, Pastor, we are living in a time of grace. There is no punishment here. അനുസരണം വെളിപ്പെട്ട് വരുന്തോറും അനുസരണക്കേടും വെളിപ്പെട്ട് വരും. പക്ഷെ വെളിച്ചം വന്നാലേ നടക്കത്തുള്ളൂ. When obedience is revealed, disobedience also will surface. For that to happen, light has to come in. പൗലോസ് യുദ്ധം ചെയ്യാണ്. So Paul is
fighting a warrior. എന്തുവാ യുദ്ധം? What fight is Paul involved in? ഉള്ള കാടെല്ലാം തെളിക്കുകയാണ്. നമ്മൾ കുറെ കാട് വെച്ച് നമ്മളങ്ങ് കൂട്ടി വെച്ചേക്കുമല്ലേ എല്ലാം. He is destroying the forest that hedges, the forest that we had created, built up. അയ്യോ, ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? Oh, how can I live without working? ഞായറാഴ്ച എനിക്ക് ഡബിൾ വർക്കാ കിട്ടുന്ന പാസ്റ്ററെ. Pastor, Sundays I get double work and double payment. കുഴപ്പമില്ല. No problem. അനുസരണക്കേടല്ല ചെയ്യുന്നത്, പേടിക്കണ്ട. That's not disobedience, don't worry. ഇതേ ഉള്ളൂ. ദൈവം നിങ്ങളെ കരുതും എന്നുള്ള ഒരു കാര്യം നഷ്ടപ്പെടുത്തി കളയരുത്. You are actually throwing away the privilege of God's provision. Hallelujah. കാരണം ദൈവം പറയാണ്, ജോലി ചെയ്യുവാനായിട്ടുള്ള ആരോഗ്യം ഞാനാണ് തരുന്നത്. God says, I give you the strength to work, the ability to work. It's a very interesting passage, isn't it? വളരെ രസകരമായ ഒരു ഭാഗം തന്നെയാണിത് ഈ വായിച്ചത്. കോട്ടകളെ ഇടിക്കാനായിട്ട് പൗലോസ് ശ്രമിക്കുകയാണ്. Paul is trying to destroy strongholds. He says, I am taking every thought captive to the obedience of Christ. അവിടെ പൗലോസ് പറയുന്നത് എല്ലാ ചിന്തകളെയും ക്രിസ്തുയേശുവിൻ്റെ അനുസരണത്തിൻ്റെ കീഴിൽ ഞാൻ കൊണ്ടുവരുവാണ്. That's why Paul begins all his letters by saying, grace and peace be upon you. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളെല്ലാം തുടങ്ങുമ്പം കൃപയും സമാധാനവും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഞാൻ കുറെ തപ്പി കാരണം, പക്ഷെ അവിടെ എങ്ങും അനുഗ്രഹത്തിൻ്റെ വാക്ക് കാണുന്നില്ല. കൃപയും അനുഗ്രഹവും. Nowhere is it written, may grace and blessing be upon you. It's not written. The word blessing is not there. ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. എപ്പോഴാണെന്ന് അറിയാമോ? എഫേസ്യറിൽ. ഏത് വാക്യം അറിയാമോ? നിങ്ങളെ ക്രിസ്തുയേശുവിൽ സകല ആത്മീയ അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. Only in Ephesians it's written, God has blessed you with every spiritual blessings in Christ Jesus. Why does Paul address all his letters with grace and peace? എന്തുകൊണ്ടാണ് എല്ലാ ലേഖനങ്ങളും കൃപയും സമാധാനവും എന്ന് പറഞ്ഞ് പൗലോസ് തുടങ്ങുന്നത്? You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? Because grace is the power to change. കാരണം ഇതാണ്, നമ്മളിൽ രൂപാന്തരപ്പെടാനായിട്ട് അതിനു വേണ്ടിയുള്ള ശക്തി, ദൈവത്തിൽ നിന്ന് വരുന്ന ശക്തി കൃപയിലാണുള്ളത്. And peace is for us to remain content in whatever God is doing today. ഇന്ന് നമ്മളുടെ നടുവിൽ ദൈവം എന്ത് ചെയ്താലും നമ്മൾ സമാധാനത്തോടെ തൃപ്തിയുള്ളവരായിട്ട് ഇരിക്കാനായിട്ട് ദൈവത്തിൻ്റെ സമാധാനം ദൈവം നമുക്ക് തരുന്നു. These are the two most important things, my dear friends. അതാണ് ഈ രണ്ട് പ്രാധാന്യമുള്ള വാക്കുകൾ, Grace and peace. കൃപയും സമാധാനവും. On one side he wants to change you. ഒരു വശത്ത് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ മാറ്റാൻ But on the ആഗ്രഹിക്കുന്നു. other side he wants you to be happy with where he has brought you today. മറ്റു വശത്ത് നമ്മളെ ദൈവം എവിടെ എത്തിച്ചേക്കുന്നു അവിടെ നമ്മൾ സന്തോഷത്തോടെ തൃപ്തിയുള്ളവരായിട്ട് ഇരിക്കാൻ Let the peace of God reign in your hearts, he says. ദൈവം പറയുന്നത്, എന്റെ സമാധാനം, ദൈവത്തിന്റെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളിൽ And as his peace reigns, his grace is given for change. അവന്റെ സമാധാനം നമ്മളിൽ വാഴുമ്പോൾ ആ കൃപ നമ്മളിൽ രൂപാന്തരപ്പെടുത്തും. Because we are not supposed to be where we are today. We are supposed to grow into the likeness of Jesus. നമ്മൾ ക്രിസ്തുയേശുവിന്റെ ആ സാദൃശ്യത്തിൽ വളരണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
That's why God is fighting for us, my dear friends. അതുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ഇന്ന് ഒരു യുദ്ധം ചെയ്യുന്നത്. Uses people like Paul to fight for us. പൗലോസിനെ പോലുള്ള ആൾക്കാരെ ഉപയോഗിച്ച് നമ്മൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നു. He wants to send His word into our lives and destroy all our excuses. ദൈവം തൻ്റെ വചനം നമ്മളുടെ ജീവിതത്തിലോട്ട് അയച്ചിട്ട് നമ്മളുടെ എല്ലാ ഒഴിവുകളെയും തകർക്കാൻ ദൈവം He ആഗ്രഹിക്കുന്നു. wants to pull down every false thought that we have. നമ്മളുടെ തെറ്റായ എല്ലാ കള്ള ചിന്തകളും നമ്മളുടെ ഉള്ളിലുള്ള തെറ്റായ ചിന്തകൾ ദൈവം അത് ഉരിച്ചു Every time we sin, we think God doesn't care when we secretly sin. നമ്മൾ രഹസ്യത്തിൽ പാപം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അത് ശ്രദ്ധിക്കുന്നില്ല, ദൈവത്തിന് അത് സാരമില്ല എന്ന്. These are the strongholds that we have built in our minds. നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉയർത്തിയ കോട്ടകളായത്. My dear friends, He will punish all disobedience. നമ്മൾ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ അനുസരണക്കേടും ദൈവം ശിക്ഷിക്കും. What has to be made evident is whether you are willing to obey or not. വെളിപ്പെടേണ്ട കാര്യം എന്താണ്? നമുക്ക് അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ബാക്കി എല്ലാം ദൈവം മാറ്റുക. God is removing every other excuses, everything else. അയ്യോ പാസ്റ്റർ, എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, പാസ്റ്റർ പറഞ്ഞ പാസ്റ്റർ മനസ്സിലാവത്തില്ല. Pastor, you won't understand. There are some reasons in my life. എന്നിട്ട് പണ്ട് ആൾ പറഞ്ഞതാ, പാസ്റ്റർ തലം വേറെ, എൻ്റെ തലം വേറെ, നമ്മൾ വേറെ വേറെ തലത്തിലാണ്. One person said, Pastor, you are speaking all this because you are in a different realm and I am in a different level. നമ്മൾ തമ്മിൽ പാസ്റ്റർ ഒരു ചേർച്ചയില്ല. പാസ്റ്റർ പറയുന്ന തലം വേറെ, ഞങ്ങൾ ജീവിക്കുന്ന തലം വേറെ. He's saying, Pastor, you and me, we don't have anything in common. You live in a different realm altogether. I live in a different realm altogether. We don't have anything in common. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. I said, okay, if you want to walk in that way, fine. ഒരു കാര്യം ഓർത്തോണം, നമ്മളെല്ലാവരും ദൈവം സകല അനുസരണക്കേടിനെ വെളിപ്പെടുത്തി കാണിക്കും, എപ്പോഴെങ്കിലും കാണിക്കും. One thing we have to always remember, God will reveal all disobedience now or later. We have a short time here on earth, my dear friends. സുഹൃത്തുക്കളെ, ഈ ലോകത്തിൽ നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. Let's run for Jesus. നമുക്ക് യേശുവിന് വേണ്ടി ഓടാം. Let's live for Jesus. നമുക്ക് യേശുവിന് വേണ്ടി ജീവിക്കാം. Let's beware of every passivity that we can carry in our hearts. നമ്മളുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ നിഷ്ക്രിയതയും നമുക്ക് വിട്ട് ഓടാം. Let's say, Lord, today should not be a waste in my life. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഇന്നെന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ പാഴായി പോകല്ലേ. I need to hear something. I need to receive something. I need to do something. എനിക്ക് ചില കാര്യങ്ങൾ കേൾക്കണം, എനിക്ക് എന്തെങ്കിലും ഒന്ന് കേൾക്കണം, എനിക്ക് എന്തെങ്കിലും അങ്ങിൽ നിന്ന് പ്രാപിക്കണം, എനിക്ക് അങ്ങേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. If only God could show us what He wants to do through us as a church. സഭ എന്ന നിലയിൽ നമ്മളിൽ കൂടി ദൈവം എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നായിരുന്നെങ്കിൽ. But maybe we are not ready for it. ഒരു പക്ഷേ നമ്മൾ അതിന് ഒരുക്കമുള്ളവരല്ലായിരിക്കും ഇപ്പോൾ. Please, my dear friends, സുഹൃത്തുക്കളെ, can we admit that we have strongholds in our lives? നമ്മളുടെ ജീവിതങ്ങളിൽ കോട്ടകൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് അംഗീകരിക്കാൻ പറ്റുമോ? That's the first step. അതാണ് ആദ്യത്തെ പടി. Not just physical bondages, but spiritual bondages. ഭൗതിക കോട്ടകൾ മാത്രമല്ല, ആത്മീയ കോട്ടകൾ. And God will do anything to help us demolish these spiritual strongholds. ഈ ആത്മീയ കോട്ടകൾ തകർക്കാനായിട്ട് ദൈവം
നമ്മളിൽ എല്ലാ രീതിയിലും നമ്മളെ സഹായിക്കും. ചിലപ്പം ഒരു രോഗം വന്നെന്നിരിക്കും, Maybe അതും ദൈവം ഉപയോഗിക്കും. എന്തിനാ? maybe you will go through a disease. God will use that also. കാരണം നമ്മളെ ആത്മീയ ജീവിതമാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. Because God desires that we move on in our spiritual life. ഭൗതികം വേണ്ടെന്നല്ല. It's not that God doesn't like our physical life. No, it's not like that. കാരണം ചിലപ്പോൾ നമ്മുടെ ഭൗതികമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാലേ നമുക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. There are times when we can move on spiritually only when we move on physically. കടഭാരമേത്തിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും മനസ്സിൽ വേറെ വല്ല ഉണ്ടോ? പുള്ളിക്ക് ആപ്പടെ ആ ഭാരമേ ഉള്ളൂ, കടഭാരം. A person who is in debt, do you think he has anything else in his mind? He has the only thought that he has is debt. ദൈവം മാറ്റി തരണം, നമ്മളെ സഹായിക്കണം, നമ്മളതിനു വേണ്ടി ജ്ഞാനം ചോദിക്കണം. God has to remove that debt. God has to release us from that. We have to ask God for wisdom how to deal with it. നിങ്ങൾ ഫ്രണ്ട് വന്ന് പ്രാർത്ഥന ചോദിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. For debt to be removed, you need not come to the front and somebody lay your hands on you. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കത്ത് പോലും ഇല്ലെന്ന് ഓർത്തോണം. I won't pray for you for release from debt. യേശുവിന്റെ നാമത്തിൽ കടഭാരം മാറട്ടെ. In the name of Jesus, be released from debt. അങ്ങനെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ സഹിച്ചോണം. That prayer, that's not a reason to pray. കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചില്ലല്ലോ എവിടെയെങ്കിലും കാണിക്കാമോ കടഭാരത്തിനെതിരെ? Even Jesus did not pray for release for people from debt. നമ്മൾ ജ്ഞാനം പ്രാപിച്ച് എവിടെയെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കി നമ്മൾ അതിനകത്തൊന്ന് പുറത്ത് വരണം. We have to pray for wisdom. Receive wisdom from God and then we come out Yes, of it is true that you may have entered into debt because of some big problem before you were saved. ഒരു പക്ഷേല് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ വലിയ ചില പ്രശ്നത്തിൽ കൂടി നിങ്ങൾ കടന്നുപോയ കാരണത്താലാണ് ആ കടം വന്നത് എങ്കിൽ, പക്ഷേ അവിടെ ദൈവം അധികമായി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ അതിനകത്തുനിന്ന് പുറത്തു വരാൻ ദൈവം അധികമായി സഹായിക്കും. God loves you and he will really bless you immensely to come and give you wisdom to come out of it. പക്ഷെ അത് ആത്മാവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. That is not a spiritual battle. Spirit of death, no. എല്ലാത്തിനും ദൈവം നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. God is sufficient for us. He is able to lead us in everything. Can we pray please? നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ 1.5 മണിക്കൂർ പ്രസംഗിച്ചല്ലോ. You may say, Pastor, this was a very long message. ആരും ഉറങ്ങിയില്ല എന്തായാലും. But thankfully nobody slept. Come, let's pray. Can we pray, please? Oh, we bless you, Lord, for this afternoon time. കർത്താവേ, ഈ ഉച്ച സമയത്തേക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. There is so much of work that needs to happen in our lives. ഞങ്ങളുടെ ജീവിതങ്ങളിൽ എത്ര അധികം പ്രവർത്തികൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. We welcome all physical deliverance. We welcome all spiritual deliverance. എല്ലാ ഭൗതികവും ആത്മീയവുമായ വിടുതലുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. Because we know they are connected, oh Lord. ഞങ്ങൾക്കറിയാം ഇത് രണ്ടും ബന്ധിക്കപ്പെട്ടതാണ്, ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. Unless you heal us of our diseases, how can we go out and serve you? ഞങ്ങളുടെ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ പുറത്തു പോയി ശുശ്രൂഷ ചെയ്യും? But how can we serve you effectively unless you heal us of our spiritual disease? ഞങ്ങളുടെ ആത്മീയ രോഗത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഫലവത്തായി ശുശ്രൂഷ ചെയ്യും? Oh God, help us. ഓ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. Time is just going by, oh Lord. ദൈവമേ, കർത്താവേ, സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. It's more than a year now we have been struggling with this disease. ഈ മഹാമാരിയും കൊണ്ട്
ഒരു വർഷത്തിൽ കൂടുതലായല്ലോ. And we have all kinds of false pictures in our minds. ഞങ്ങളുടെ മനസ്സിൽ പലതരം തെറ്റായ ചിത്രങ്ങളുണ്ട്. Confusion and fear. ആശയക്കുഴപ്പവും ഭയവും. Oh God, ദൈവമേ, unless you demolish our wrong, false ideas, how can we move forward? ഈ തെറ്റായ ചിന്തകൾ അങ്ങ് ഇടിച്ച് തകർത്ത് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റും? There is so many hindrances in our lives that cause us to remain where we are. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ അങ്ങ് നിന്നു പോകാനായിട്ട് എത്ര അധികം തടസ്സങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലുണ്ട് കർത്താവേ. Only as we receive the truth we could become more and more free, oh God. സത്യം ഞങ്ങൾ സ്വീകരിച്ച് പ്രാപിച്ചെടുക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ലല്ലോ കർത്താവേ. Oh God, God of heaven and earth. ആകാശത്തെയും ഭൂമിയുടെയും കർത്താവേ, Send your word and deliver us. അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ Send വിടുവിക്കണം. your word and heal us. അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണം. Send your word and free us. അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കണേ. Send your word and sanctify us. അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. We need light from heaven, oh God. ദൈവമേ, സ്വർഗത്തിൽ നിന്നുള്ള വെളിച്ചം ഞങ്ങൾക്ക് വേണം. We want to be more released to serve you. കർത്താവെ, അങ്ങേ ശുശ്രൂഷിക്കാനായിട്ട് സേവിക്കാനായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം, വിടുതൽ വേണം. We are caught up with all kinds of fears. പലതരം ഭയത്താൽ ഞങ്ങൾ ബാധിക്കപ്പെട്ടവരാണ്. Fear for our future, fear for our children, all kinds of fears. ഭാവിയെക്കുറിച്ചുള്ള ഭയം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭയം, എല്ലാ രീതിയിലുള്ള ഭയങ്ങൾ. Oh Jesus, യേശുവേ, may your grace and peace be upon us. അങ്ങയുടെ കൃപയും സമാധാനവും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. That is what we need most of അതാണ് all. എല്ലാത്തിനും ഉപരിയായിട്ട് അതാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. Thank you that you are working your way into our lives. അങ്ങയുടെ വഴികൾ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് പണിതുയർത്തുന്നതിനായിട്ട് ഞങ്ങൾ Thank you നന്ദിയുള്ളവരാണ്. that you want to demolish every stronghold. എല്ലാത്തരം കോട്ടകളും അങ്ങ് ഇടിച്ചു കളയാൻ ആഗ്രഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for your word. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി. Let it continue to reign over our lives. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വാഴട്ടെ. Thank you once again for this time. ഈ സമയം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി. Your blessing be upon your people. അങ്ങയുടെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്റെ മേലുണ്ടായിരിക്കട്ടെ. In Jesus' precious name we pray. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. ആമേൻ. Please note that we're going to start at 10:30 onwards, not from next Sunday, but the Sunday after that. We'll have announcements. Please, Sini. അനൗൺസ്മെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞായറാഴ്ച അടുത്ത ആഴ്ചയല്ല, അതിൻ്റെ അടുത്ത ആഴ്ച തൊട്ട് 10:30 മലയാളം ആരാധന തുടങ്ങുന്നത്.